ഈ എല്ലാ ബഡ്ജറ്റുകളും നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ ബഡ്ജറ്റുകളായിരിക്കും. നമ്മുടെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക്, ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾ, നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ ആബാലവൃദ്ധം നമ്മൾ പറയുന്ന പോലെ പ്രായമുള്ള വയോജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. കൂടുതൽ തൊഴിലവസരം ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ തന്നെ കൂടുതൽ ആളുകൾ നിൽക്കണം. ലോക സാഹചര്യത്തിൽ ഇന്ന് കുറച്ചുകൂടി നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ ഇനി ശ്രമിക്കണം. കാരണം ഞാൻ പറയുന്നത് താരിഫ് വാർ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള എഗ്രിമെന്റ്, വിദേശത്ത് ധാരാളം പേരൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അവരൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ എക്കണോമി കൂടി മെച്ചപ്പെടണം. നമ്മൾ ഘട്ടം ഘട്ടമായി ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കണം. കൂടുതൽ നല്ലൊരു കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും. അല്ല, ഒരു കാര്യത്തിനകത്തും വേറെ ഇപ്പൊ ഒന്നും പറയാൻ പാടില്ല. കാരണം ഇതിനകത്ത് നല്ലപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബഡ്ജറ്റ് ആയിരിക്കും എന്നാണ്. സാധാരണഗതിയിൽ സർക്കാർ അധികാരത്തിൽ പോകാൻ നേരത്തെ അവതരിക്കുന്ന ബഡ്ജറ്റ് അപ്പോൾ ഈ സർക്കാർ തന്നെ വീണ്ടും ഭരണമെന്ന് ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ബഡ്ജറ്റ് ആയിരിക്കും പ്രതീക്ഷിക്കാം. കേരളത്തിലെ പഴയ ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റി എഴുതിയിരുന്നു. കാരണം ഒരു സർക്കാർ എന്തൊക്കെ ചെയ്താലും ആ സർക്കാർ പോയി കഴിഞ്ഞാൽ വേറൊരു സർക്കാരാണ് വരിക. ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. പറയുന്ന കാര്യം ചെയ്യാവുന്ന കാര്യമാണ് സാധാരണ ഇടതുപക്ഷം പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ചെയ്യാവുന്ന കാര്യം പറയും, പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അത് തുടർച്ചയുണ്ടാവണം. ആ തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ നല്ല മാറ്റം എല്ലാവർക്കും പ്രകടനത്തിൽ വന്ന് കണ്ടിട്ടുണ്ട്, അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പറ്റാത്ത കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ബഡ്ജറ്റ് അല്ല അവതരിപ്പിക്കുന്നത്. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, പ്രായോഗികമായ അതിനുള്ള സാമ്പത്തിക വശമെല്ലാം കണ്ടിട്ട് അങ്ങനൊരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഒരു സ്വപ്ന ബഡ്ജറ്റ് അല്ല, പ്രായോഗിക ബഡ്ജറ്റാണ്. നല്ല ഗ്രോത്ത് ഉണ്ടാവും. കന്യാസ്ത്രീ പെൻഷൻ, അതുപോലെ തന്നെ വായ്പ എഴുതിത്തള്ളുന്ന തീരുമാനം, ഇതടക്കമുള്ള പമ്പൻ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, അത് മന്ത്രിസഭ തീരുമാനിച്ചാണ്. അത് പിന്നെ അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ഫയലുള്ളതാണ്, ഫയൽ മൂവ്മെന്റിൽ തന്നെ വന്നതാണ്. അത്തരം കാര്യങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അത്തരം കാര്യങ്ങളിൽ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടുന്ന പ്രതീക്ഷ പല കാര്യങ്ങളും അതിവേഗതയിലൊക്കെ നേരത്തെ സാധാരണ കേന്ദ്ര സർക്കാരാണ് ചെയ്യാറുള്ളത്. ബജറ്റ് അവിടെ നിൽക്കുന്നു, ബജറ്റ് പുറത്ത് പ്രഖ്യാപനം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ വെറും പ്രഖ്യാപനം മാത്രം പോരാ. പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊരു വലിയ പോളിസി എന്ന നിലയിൽ ഞങ്ങൾ എത്ര മാസമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു 6-8 മാസമായെങ്കിലും ഈ RRTS പോലുള്ള കാര്യങ്ങൾ കേന്ദ്രമന്ത്രിയായിട്ട് അവരുടെ ടീം വന്നും ഒക്കെ ചർച്ച നടക്കുന്നുണ്ട്. അല്ലാതെ അത് തന്നെയാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് സീരിയസ് ആണെന്നുള്ളതിന്റെ ഉദാഹരണം. ഇന്ന് ഞാനൊരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ കൂടി ഇങ്ങനെ വരും എന്നല്ല പറയുന്നത്. അതിന് നിങ്ങൾക്ക് അതിന്റെ പത്രക്കുറിപ്പ് പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 4 മേഖലകളുണ്ടാവും. അങ്ങനെ കുറേ സ്കീമുകളുടെ പ്രത്യേകതയൊക്കെ ഉണ്ട്. അതെല്ലാം വർക്ക് ചെയ്ത് അതിന്റെ ഫീസിബിലിറ്റി, അതിന്റെ സർക്കാർ കൊടുക്കേണ്ട 20%, കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട 20%, ബാക്കി ബോറോയിങ്, അതിന്റെ തിരിച്ചടവ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇൻ പ്രിൻസിപ്പിൾ ആയാലും ഒരു കാര്യത്തിന് പോകാൻ പറ്റും. അതുപോലെ അത് സാധാരണ നടപടിക്രമം തന്നെയാണ്. ഈ ശ്രീധരൻ പറഞ്ഞ ഹൈസ്പീഡ് റെയിലാണോ നമ്മൾ ഇന്നലെ ക്യാബിനറ്റ് തീരുമാനിച്ചത്? ഇത് രണ്ടാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് മാത്രം പോകണ്ട. നമുക്കൊറ്റ കാര്യമുള്ളൂ. ഏത് പേരായാലും കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്കും എനിക്കും നമ്മുടെ ബാക്കി സഹോദരങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും വേഗത്തിൽ പോകണം. അത് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഏത് പേരായാലും എങ്ങനെയായാലും അങ്ങനത്തെ ട്രെയിൻ ഉണ്ടാവുക, ഫാസ്റ്റായിട്ട് കേരളത്തെ പരസ്പരം കണക്ട് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ പേരെന്താ ആരെന്താ എന്നുള്ളത് നമുക്ക് പ്രശ്നമേ അല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള ഇടപെടലും സഹായവും, കാരണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് RRTSും മറ്റേതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. RRTS റെയിൽവേ അല്ല, അണ്ടർ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അല്ല. അതിന് ചില വ്യത്യാസങ്ങളുള്ളതൊന്ന് മെട്രോയ്ക്കൂടെ ഓടും. പിന്നെ ഡൽഹി മീററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനത് വിശദീകരിക്കേണ്ട സമയമല്ല. ഡൽഹി മീററ്റ് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് മെട്രോയിൽ പോകും. ആ മെട്രോ പാളം തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മീററ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പാളം ഉപയോഗിക്കും. അപ്പോൾ എറണാകുളത്ത് ഉള്ള പിന്നെ മെട്രോയുടെ ആ സ്ഥലത്ത് വേറെ പണിയുണ്ട, തിരുവനന്തപുരത്ത് മെട്രോ വരുമ്പോൾ വേറെ പണിയുണ്ട, കോഴിക്കോട് മെട്രോ വരുമ്പോൾ വേറെ പണിയുണ്ട. അപ്പോൾ അതൊരു പാളത്തിൽ കൂടെ പോകുന്ന മാത്രമല്ല, മൊബിലിറ്റി സൗകര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഒരാൾക്ക് കൊച്ചി എയർപോർട്ടിലേക്ക് മെട്രോ നീടുകയാണെങ്കിൽ കൊച്ചിയിൽ ഇറങ്ങാം. ഇങ്ങനെയൊക്കെ ഉള്ള സൗകര്യമാണ്. അത് നമുക്ക് വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യാം. ഏതായാലും ക്യാബിനറ്റ് ഇന്നലെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതെ, ഇത്തവണ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിനെ ആശ്രയിച്ചായിരിക്കും അത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് ഓരോ വർഷവും കിട്ടുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്.
ഫിനാൻസ് കമ്മീഷൻ ഉൾപ്പെടെ വരുന്ന ഘട്ടമാണല്ലോ ഇത്. ഫിനാൻസ് കമ്മീഷന്റെ അവാർഡ് വരുന്ന ഘട്ടമാണ്. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അതിൽ കുറവ് കാലങ്ങളായിട്ട് വരുന്നത് കൊണ്ട് അല്ല, അങ്ങനെ കുറവ് വരിക എന്നുള്ള പ്രതീക്ഷയിലില്ല. കാരണം എന്താ അറിയോ, ഇതുവരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറവ് വന്നത് കഴിഞ്ഞ തവണയാണ്. അതിനപ്പുറം കുറവ് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തെ അങ്ങ് ചവിട്ടി താക്കുക എന്നുള്ള അർത്ഥം. അങ്ങനെ ചെയ്യില്ല.